ായിട്ട് ബന്ധപ്പെടുകയും ഈ ക്ലിപ്പ് വളരെ ഉപകാരപ്പെട്ടു. ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പുകവലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പുകവലിയുടെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പരിഗണിച്ച് പറയുന്നത്. നമ്മൾ എപ്പോഴും അത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും കഴിയാത്തൊരു കാര്യം, പ്രത്യേകിച്ച് ഒരു ചെയിൻ വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റിൻ്റെ സമയത്ത് മാത്രം, അല്ലെങ്കിൽ കമ്പനി കൂടുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ മാത്രം പുകവലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി ആരാണ് ചെയിൻ സ്മോക്കറായി മാറുന്നത്? ആദ്യം ഈ ഒരു ഘട്ടം വിചാരിച്ച് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിൻ്റെ സമയത്ത് മാത്രം ഒരു റിലാക്സേഷന് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു ചെയിൻ സ്മോക്കറായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ നിന്ന് തിരിച്ച് പൂർണ്ണമായിട്ടും പുകവലി ഇല്ലാത്തൊരവസ്ഥയിലോട്ട്, ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പുകവലി ഇല്ലാത്ത അവസ്ഥ, അതിൽ നിന്ന് എൻജോയ്മെൻറ്റിൻ്റെ സമയത്ത് മാത്രം പുകവലിക്കുന്ന ഒരു പ്യുവർ എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം പുകവലിക്കുന്നൊരവസ്ഥ, അത് കഴിഞ്ഞതിന് ശേഷം പുക വലിച്ചേ മതിയാവൂ എന്നുള്ളൊരവസ്ഥ, ഇങ്ങനെ ചെയിൻ സ്മോക്കറുടെ അവസ്ഥ. അങ്ങനെ 3 സ്റ്റെപ്പിലാണ് ഒരു മനുഷ്യൻ്റെ ഈ ഒരു ദുശ്ശീലം കടന്നു വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തിരിച്ചു പോക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് നമ്മൾ ചെയിൻ സ്മോക്കറായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒറ്റയടിക്ക് പുക വലി തീരെയില്ലാത്തൊരവസ്ഥയിലോട്ട് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ഇനഫ് റീസൺ വേണം, അപാരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റീസൺ വേണം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടാവുക, ക്യാൻസർ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. കാരണം അത് അത്രയും സ്ട്രോങ് ഇനഫ് റീസണാണ്. അതല്ല എങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം കിറ്റ് ചെയ്യുക, പെട്ടെന്ന് പുകവലി നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തിങ്കിങ് പാറ്റേണിനെ അല്ലെങ്കിൽ തോട്ട് പാറ്റേണിനെ അതെന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു റീസൺ അല്ല, അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പുകവലി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. അദ്ദേഹം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എന്താ സംഭവിക്കാം, അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാനിത് പോട്ടെ, നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും പുകവലി കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിനെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ തിരിച്ചു പോകാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ നിലവിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിൻ സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചു പോകേണ്ടത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. പുകവലി നിർത്തുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ത്രില്ല്, അത് വലിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് ചിന്തകളുണ്ട്, നിങ്ങളുടെ ഒരുപാട് റിലാക്സേഷൻ ചിന്തകളുണ്ട്. ആ ചിന്തകൾ നിങ്ങൾക്ക് ഒരു ആനന്ദം നൽകുന്ന, അല്ലെങ്കിൽ എന്തോ ഒരു സുഖം നൽകുന്ന ഒരു ചിന്തകളുണ്ട്. ആ ചിന്തകളാണ് നിങ്ങൾ അതിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് നിർത്തുക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സുഖത്തെ, അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വർജിക്കുന്നത്, പൂർണ്ണമായിട്ടും നോ പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് ഫീലിംഗ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒരു വിഷമം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിനോടൊരു നോ പറയാനുള്ളൊരു കഴിയാത്ത അവസ്ഥ കംപ്ലീറ്റ്ലി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയേണ്ടത് ഞാൻ പുകവലി നിർത്തുന്നില്ല, പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്നെ നശിപ്പിക്കുന്നൊരവസ്ഥയിൽ ഇനി പുകവലിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥ, എൻജോയ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഞാൻ പുകവലിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അത്രമാത്രം ഞാൻ പുകവലിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് ഞാൻ മാറിയിട്ട് എനിക്കൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഞാൻ പുകവലിക്കും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ആദ്യം എത്തുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു വിഷമവും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങളെ ആ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, പുകവലിയുടെ എണ്ണം കുറക്കുന്നത് പോലെ, ആക്ച്വലി എണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നുള്ള രീതി. എണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം അത് അത്ര ഒരു എളുപ്പമുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ അത്ര ഒരു മറിച്ച് ഈ ഒരു ന്യായം നിങ്ങളുടെ ബ്രെയിൻ ഒരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ന്യായമാണ്. ഞാൻ തീരെ വലിക്കില്ല എന്ന് ഞാൻ തീരുമാനം എടുക്കുന്നില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യും,
പുകവലി എനിക്ക് എൻജോയ്മെൻറ്റ് തരുന്ന സമയത്ത് മാത്രം. അതാണ് സ്മാർട്ടായിട്ടുള്ള ഒരു മെത്തേഡ്. തൽക്കാലം അതാണ് നല്ലത്. മറ്റത് വളരെ ഡേഞ്ചറസ് ആണ് ഇപ്പോൾ ഞാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്മാർട്ട് മൂവ്മെൻറ്റ് നടത്തുക. അതിനെ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഉൾക്കൊള്ളും. ഓക്കെ ഫൈൻ, അത് ന്യായമാണ്. കാരണം പൂർണ്ണമായിട്ട് പുകവലി ഒഴിവാക്കുന്നില്ല ഓക്കെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് നിങ്ങൾ മാറുകയും സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുകയും വെച്ചാൽ നിങ്ങൾ പുകവലി മുഴുവനായിട്ട് ഒഴിവാക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ഹാപ്പി മൂഡിലായിരിക്കും. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് പുകവലിക്കുന്ന നശിച്ച അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുന്നതിൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞതിൽ ആ ഒരു കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞതിൽ, കാരണം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു ഹ്യൂജ് കൺട്രോൾ പലപ്പോഴും പോസിബിൾ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയൊരു കൺട്രോൾ നിങ്ങൾക്ക് കിട്ടി. ആ കൺട്രോൾ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെയാണ് കാര്യം. കാരണം ഞാൻ വിചാരിച്ച സമയത്ത് ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള അതിലെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അഭിമാനം കൊള്ളുക. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അവസ്ഥയിലെത്തിയതിനു ശേഷം പിന്നീട് നിങ്ങൾ ഓക്കെ ഇനി അതിൽ തന്നെ ഏറ്റവും എനിക്ക് ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലെത്തിയതിനു ശേഷം കുറച്ച് ദിവസം അങ്ങനെ തുടർന്നതിന് ശേഷം അത് നിങ്ങൾ ഓക്കെ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജ് ഓക്കെ എനിക്കിപ്പോൾ ഇത്രയും ചെയ്യാൻ കഴിഞ്ഞു, ഓക്കെ നോ പ്രോബ്ലം, ഇനിയിപ്പോൾ എനിക്ക് ഓക്കെ അടുത്തൊരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് തീരെ വലിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഒന്ന് പരീക്ഷ നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതിന് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കും. ഓക്കെ അങ്ങനെ നിങ്ങൾ അത് ശ്രമിക്കുന്നതോട് കൂടിയിട്ട് അതോ എനിക്ക് കഴിയുമെന്ന് നോക്കണമല്ലോ. കാരണം ഇത്രയും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതും ചെയ്യാൻ പറ്റണം. അതല്ലാതെ ഞാൻ ഇതിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ കൊടുത്തുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുക. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടത് ആദ്യം ഈ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണ്. ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നത് ഒറ്റയടിക്ക് ക്വിറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പലരും ഉണ്ടാവും. അത് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് വിഷമം തോന്നുന്ന പലരും ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല. ശരീരം അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഞാനെന്താ വെച്ചാൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ ചെറിയ രീതിയിൽ സ്മോക്ക് ചെയ്യാം എന്നുള്ളൊരു ന്യായീകരണമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഫൈനൽ തീരുമാനമായിട്ടുള്ള തീരെ വലിക്കില്ല എന്നുള്ളൊരു തീരുമാനം നമുക്ക് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വളരെ റെയറായിട്ട് ഞാൻ വലിക്കുകയുള്ളൂ, എനിക്ക് വലിക്കണം എന്ന് അങ്ങനെ അങ്ങോട്ട് തോന്നുന്നില്ല, എനിക്ക് വലിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ വലിക്കണമെന്ന് തോന്നുന്നത് ജസ്റ്റ് വെറുതെ തോന്നലല്ല, ഞാൻ മനഃപൂർവ്വം ഓക്കെ ഒരു വലിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ ഫോർ എക്സാമ്പിൾ ഒരു 3 മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തിനിടയ്ക്ക് എനിക്ക് എപ്പോഴെങ്കിലും ഒരു വലിക്കും എന്ന് തോന്നുന്നൊരവസ്ഥയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനലായിട്ട് എത്തിക്കുക. അത് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെർമനൻ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്യണം. യു ജസ്റ്റ് ടേക്ക് ദാറ്റ് ഡിസിഷൻ, പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക. കാരണം ആ ഒരു ട്രാക്കിൽ ഫൈനൽ സ്റ്റേജിൽ ആ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ആഗ്രഹമല്ല, നിങ്ങൾ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ എനിക്കിപ്പം ജസ്റ്റ് ചുമ്മാ ഒരു പുകവലിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷൻ പോലെ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്വിറ്റ്. കാരണം നിങ്ങൾ പിന്നീട് എന്തെങ്കിലും അഡിക്റ്റഡ് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ബാധിക്കുന്നില്ല. നിങ്ങൾ ആണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഇമ്പൾസസ് അല്ല, നിങ്ങളുടെ ഫീലിങ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹ്യൂജ് ആയിട്ടുള്ള ഒരു സക്സസ്സിലോട്ട് കംപ്ലീറ്റ്ലി നിക്കോട്ടിൻ ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി സ്മോക്കിംഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഞാൻ അത്തരത്തിലുള്ളൊരു മെത്തേഡിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വേർഷൻ പറഞ്ഞു തരികയാണ്. ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതല്ല നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നില്ല, മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ വീട്ടിലുള്ളവർക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എനിവേ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്യാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് പ്രാക്ടിക്കലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, ഇല്ല എങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദിസ് മെസ്സേജ് ആൻഡ് മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. എനിവേ സോ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന ഷാഫി ഇൻസ്പിറേഷൻ്റെ ഗ്രൂപ്പിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഷാഫി ഇൻസ്പിറേഷൻ്റെ ഗ്രൂപ്പിലുള്ളവരും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. അതല്ല മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ഷാഫി ഇൻസ്പിറേഷൻ്റെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന് കൂടെ വരുന്ന മെസ്സേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് SMS അയക്കാം. ആ നമ്പറുണ്ട്, ആ നമ്പറിൽ SMS അയക്കാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ് ഫ്രം ഷാഫി ഇൻസ്പിറേഷൻ. ബൈ ടേക്ക്